തങ്ങളുടെ വീട്ടിൽ സുഖമില്ലാതെ കിടപ്പിലാണ്, വലിയ സുഖമില്ല. യാത്ര പോകുമ്പോ മഹാനായ തങ്ങളവർകൾ തന്റെ ഭാര്യയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അല്ല, എന്നെ മക്കളും നേതാക്കളൊക്കെ കൂടിയിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്, നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചു. മഹദി എന്ന് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, എനിക്ക് തന്നെ സുഖമില്ലല്ലോ, എന്നെ കൊണ്ടുപോയാൽ നിങ്ങൾ എന്നെയും കൊണ്ട് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോ. സ്നേഹത്തോടെ കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും ഒടുവിലെ യാത്ര പറഞ്ഞ് പിരിയുകയാണെന്ന് ആർക്കും മനസ്സിലായില്ല. അവസാനത്തെ യാത്ര പറച്ചിലായിരിക്കും അതെന്ന് ആരും നനച്ചില്ല. മഹാനായ തങ്ങൾ പോയി, അമേരിക്കയിലേക്ക് പോയി. ഓപ്പറേഷന്റെ ഡേറ്റ് കുറിച്ചു. ഭാര്യയെ വിളിച്ചു പറഞ്ഞു, എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, സർജറിയുടെ ഡേറ്റ് ഇന്നതാണ്. തലേ ദിവസവും സംസാരിച്ചു. മഹാനായ തങ്ങളവർകൾ സർജറിക്ക് വിധേയനായി. ആശുപത്രിയിൽ നിന്ന്, സർജറി വാർഡിൽ നിന്ന് മഹാനവർകൾ ഐസിയുവിലേക്ക് മാറ്റി. മഹാനായ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ തന്റെ പൊന്നുമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉമ്മ അൽഹംദുലില്ലാ, ബാപ്പ സുഖം പ്രാപിച്ചു വരുന്നു, ബാപ്പ സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്നു. ഉമ്മ ഇപ്പുറത്ത് നിന്ന് പറഞ്ഞു, അൽഹംദുലില്ലാ. അത് അവസാനത്തെ അൽഹംദുലില്ലയാണോ? തന്റെ ഭർത്താവിന് സുഖമാണെന്നറിഞ്ഞു. അന്നത്തെ ദിവസം മഹദിക്ക് സുഖമില്ലാതായി. കുറച്ചു കഴിഞ്ഞപ്പോ മുനവ്വർ അലി തങ്ങൾക്ക് ഫോൺ വന്നു, ഉമ്മച്ചിക്ക് സുഖമില്ല. മഹാനായ തങ്ങളവർകൾ എല്ലാരെയും വിളിച്ചു, എന്റെ ഉമ്മാനെ വേണ്ടതുപോലെ പരിചരിക്കണം. ഉമർ അലി തങ്ങളെ വിളിച്ചു. ഉമർ അലി തങ്ങൾ പറഞ്ഞു, ഞങ്ങളൊക്കെ ആശുപത്രിയിലേക്ക് പോവുകയാണ്, വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തോളും, നീ അവിടെ സമാധാനമായിട്ടിരിക്ക്. കുറച്ചു കഴിഞ്ഞു. സമയം നീങ്ങുന്തോറും വലിയ വലിയ വിഷമങ്ങൾ, പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ. അവസാനം പുറത്തുവന്ന വാർത്ത, പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ വെളിച്ചമായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പൊന്നുമോളായ ബീവി ഷരീഫ ഫാത്തിമ വഫാത്തായിരിക്കുന്നു. അമേരിക്കയിലേക്ക് ഫോൺ വന്നു. മുനവ്വറിന്റെ ഫോണിൽ ആരോ വിളിച്ചു പറഞ്ഞു, മോനെ, ഉമ്മച്ചി വിട പറഞ്ഞിരിക്കുന്നു. ആ ബാല്യക്കാരന് സഹിക്കാൻ പറ്റാത്ത ദുഃഖം. ബാപ്പ ഇവിടെ അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്നു, ഉമ്മയുടെ മരണം നടന്നിരിക്കുന്നു. എന്ത് ചെയ്യണം? ഉമ്മയുടെ അന്ത്യചടങ്ങിൽ പങ്കെടുക്കാൻ അങ്ങോട്ട് പോകണോ? ബാപ്പയെ ശുശ്രൂഷിച്ച് ഇവിടെ നിൽക്കണോ? മഹാന്മാരായ പണ്ഡിതന്മാർ വിളിച്ചു പറഞ്ഞു, ഒരു കാരണവശാലും കുട്ടി നീ ഇങ്ങോട്ട് വരരുത്, മോനിങ്ങോട്ട് വരരുത്, അത് ബാപ്പക്ക് വലിയ ആഘാതമാവും. എന്ന് മാത്രമല്ല, മഹാന്മാരായ ഫുഖഹാ ചർച്ച ചെയ്തു, ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചു. എന്ത് ചെയ്യണം? ഡോക്ടർമാരൊന്നടങ്കം പറഞ്ഞു, ബാപ്പ ഇപ്പോൾ അതറിയാൻ പാടില്ല. മുനവ്വർ അലി ശിഹാബ് തങ്ങളെന്ന പക്വതയുള്ള മകനോട് കേരളത്തിലുള്ള നേതാക്കൾ വിളിച്ചു പറഞ്ഞു, മോനെ, ബാപ്പയോട് ആ വിവരം മോൻ പറയരുത്, അത് ഞങ്ങൾ പറഞ്ഞോളും. തലയാട്ടി സമ്മതിച്ചു, ഞാനത് പറയില്ല. തങ്ങൾ പറയുന്നു, റൂമിലെത്തുമ്പോ ഞാൻ ഉമ്മയെക്കുറിച്ചോർത്ത് വിതുമ്പും. ബാപ്പാന്റെ കട്ടിലിനടുത്തെത്തുമ്പോ ബാപ്പയുടെ രോഗശമനത്തിന് വേണ്ടി ഞാൻ പുഞ്ചിരിക്കും. പല സന്ദർഭങ്ങളും കടന്നുപോയി. ബാപ്പയോടത് തുറന്നു പറയണമെന്ന് തോന്നിയ പല സന്ദർഭങ്ങളും. ഒരു വേള ഞാനത് തുറന്നു പറഞ്ഞാലോ എന്നാലോചിച്ചു. ചികിത്സയുടെ അവസാനമെത്തിയപ്പോൾ ഒരു തെറാപ്പി ഉണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ആ തെറാപ്പിയുടെ പേര് റൈറ്റിംഗ് തെറാപ്പി എന്നാണ്. എന്താ റൈറ്റിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ? ബാപ്പയുടെ മനസ്സും ശരീരവും ഒരേ ദിശയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? ബാപ്പയുടെ ബ്രെയിന് ശരീരത്തോട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു തെറാപ്പിയാണ് റൈറ്റിംഗ് തെറാപ്പി. ഡോക്ടർമാരുടെ നടുവിൽ ബാപ്പയെ കൊണ്ടുപോയിരുത്തി. ഒരു തുണ്ടം കടലാസും ഒരു പേനയും കൊടുത്തു. പുഞ്ചിരി തൂകിക്കൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു, ഒരു നാട് മുഴുവനും കാത്തുനിൽക്കുകയാണല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടെ കാത്തുനിൽക്കുകയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ്. അങ്ങയുടെ രോഗമൊക്കെ ഭേദമായിട്ടുണ്ട്, അതുകൊണ്ട് നാട്ടിലേക്ക് പോയാൽ അങ്ങേക്കാരെയാണ് കാണാൻ കൊതിയാകുന്നത്? ആരെ കൊതുക കാണാനാണ് മനസ്സ് വെമ്പൽ കൊള്ളുന്നത്? അവരുടെ പേരൊന്ന് എഴുതിത്തരണം ഈ കടലാസിൽ. എന്തായിരിക്കും തങ്ങൾ എഴുതുക? ഖാത്തുസ്സലാസിൽ സൈന്യത്തിന്റെ ലീഡറായി മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ചു.
അംർ ഇബ്നുൽ ആസ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് യാത്ര ചോദിക്കുന്ന സമയത്ത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അംർ ഇബ്നുൽ ആസ് റസൂലുള്ളാഹിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? മൻ അഹബ്ബുന്നാസി ഇലൈക യാ റസൂലല്ലാഹ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അങ്ങേറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? അതാ ചോദ്യം. അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാരാണ്? അംർ ഇബ്നുൽ ആസിന്റെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞു, ആയിഷ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്റെ പ്രിയപ്പെട്ട ആയിഷയാണ്. അതാണൊരു ഭാര്യ, അതാണൊരു ഭർത്താവും തമ്മിലുള്ള ബന്ധം. അംർ ഇബ്നുൽ ആസ് പറഞ്ഞു, ഖുൽതു, ഞാൻ ചോദിച്ചു, മിനർ റിജാൽ, ആയിഷ പെണ്ണാണല്ലോ നബിയേ, ആണുങ്ങളിൽ അങ്ങാരെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? ആ ചോദ്യം ചോദിച്ചപ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എല്ലാവർക്കും അറിയാം, അബൂബക്കർ സിദ്ദീഖിനെയാണ് അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന്. എന്നാൽ അന്ന് പറഞ്ഞ ശൈലി വേറെയാണ്. ഉദ്ദേശം അബൂബക്കറാണെങ്കിലും അവിടുന്ന് മറുപടി പറഞ്ഞു, അബൂഹ, അവളുടെ വാപ്പയെയാണ് എനിക്കിഷ്ടം. ആയിഷന്റെ ബാപ്പ അത് അബൂബക്കറാൻ. അതാണൊരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ച് യാത്ര പോയ മഹാനായ തങ്ങളോട് ഡോക്ടർമാർ ചോദിച്ചു, അങ്ങേക്കാരെയാണ് കാണാൻ കൊതിയാവുന്നത്? അവരുടെ പേരും എഴുതാൻ പറഞ്ഞപ്പോ വിറക്കുന്ന കയ്യോടെ തങ്ങൾ എഴുതി അങ്ങ് കൊടുത്തു, ഫാത്തിമ, എനിക്ക് കാണേണ്ടത് എന്റെ ഫാത്തിമയാണ്. ഈ കടലാസ് ഡോക്ടർമാരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവരുടെ കണ്ണ് നനഞ്ഞു, എല്ലാവരും കരഞ്ഞു. എല്ലാവരുടെ കണ്ണിൽ നിന്നും ചുടുവെള്ളമൊഴുകി. മുനവ്വറലി തങ്ങൾ റൂമിന്റെ വെളിയിൽ വന്നിട്ട് ചുമരിൽ തലചായ്ച്ച് വിതുമ്പിക്കരഞ്ഞു. പാണക്കാട്ടെ കൊടപ്പനക്കൽ വീട്ടിലെ എന്റെ പൊന്നുമ്മയെ കാണാനാണ് ബാപ്പ കൊതിക്കുന്നത്. പക്ഷേ കടലുണ്ടിപ്പുഴയുടെ തീരത്ത് പാണക്കാട്ടെ ജുമുഅത്ത് പള്ളിയുടെ മുറ്റത്ത് 6 അടി മണ്ണിന്റെ ഉള്ളിലാണ് ഉമ്മയുള്ളതെന്ന് ബാപ്പ അറിയില്ലല്ലോ. എന്നിട്ടും ഞാനത് പറഞ്ഞില്ല. യാത്ര കഴിഞ്ഞു, തിരിച്ച് വീട്ടിലെത്തി. കൊടപ്പനക്കല വീട്ടുകോലായിൽ പലരും സ്വീകരിക്കാനിരിക്കുന്നു. എല്ലാവരോടും കുശലം പറഞ്ഞ് മഹാനായ തങ്ങളവർകൾ വീട്ടിനകത്തേക്ക് കയറാൻ വേണ്ടി എണീറ്റപ്പോൾ മഹാനായ അനുജൻ ധീരസ്വരത്തിന്റെ ഉടമ ഉമറലി ശിഹാബ് തങ്ങൾ ജ്യേഷ്ഠന്റെ കയ്യവിടെ പിടിച്ചിട്ട് പറഞ്ഞു, കാക്കാ, അമ്മ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ട്ടോ, വെള്ളിയാഴ്ച രാവാ പോയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാ പോയത്. ഒരാലിം മറ്റൊരാലിമിനോട് പറയുന്ന വർത്തമാനമാണ്. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നിന്ന് ഫൈസി ബിരുദം വാങ്ങിയ ആലിമാണ് ഉമർ അലി തങ്ങൾ. ഈജിപ്തിലെ ലോകോത്തര ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അൽ അസ്ഹരി ബിരുദം വാങ്ങിയ ആലിമാണ് മുഹമ്മദ് അലി തങ്ങൾ. ഒരാലിമിനോട് പറയാണ്, കാക്കാ, അമ്മായി പോയിട്ടുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. രണ്ടാമത് പറഞ്ഞു, വെള്ളിയാഴ്ച രാവാ പോയത്. മാമിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈലത്തൽ ജുമുഅ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തൽ ഖബ്രി. എന്താ തുർമുദിയുടെ സുനനിലുള്ളത്? വെള്ളിയാഴ്ച രാവോ വെള്ളിയാഴ്ച പകലോ ഒരു മുസ്ലിം മരണപ്പെട്ടാൽ ഖബറിലുള്ള ഫിത്നയിൽ നിന്ന് രക്ഷ കിട്ടാതിരിക്കൂല. അങ്ങനെയാണെങ്കിൽ എന്റെ ഫാത്തിമ രക്ഷപ്പെട്ടല്ലോ. മൂന്നാമത് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാ പോയത്. ഒരുത്തന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗക്കാരനാണെന്നല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. ഒരു വേള എല്ലാവരുടെയും മുഖത്ത് നോക്കി കണ്ണിൽ പൊടിഞ്ഞ കണ്ണുനീർ തുടച്ചിട്ട് മഹാനായ തങ്ങളെല്ലാവരോടും സംയമനം പറഞ്ഞ തങ്ങൾ പരിപൂർണ സംയമനത്തോടവിടെ ഇരുന്നിട്ട് പറഞ്ഞു, എന്റെ ഫാത്തിമക്ക് കൊടുത്തയക്കാം അൽ ഫാത്തിഹ. അവരാണ് പാണക്കാട്ടുകാർ. ആരും വേദനിക്കുന്നത് അവരിഷ്ടപ്പെട്ടില്ല. അവരധികവും കേട്ടത് വിഷമതകൾ മാത്രമാണ്. പക്ഷെ ആരോടും മുഖം കറുപ്പിച്ചില്ല. നമ്മളൊരു കല്യാണ വീട്ടിൽ പോയാൽ അവിടെ നമ്മൾ കേട്ടത് സുഖമുള്ള വർത്തമാനങ്ങളാണ്. എന്നാൽ കല്യാണ വീട്ടിലെ ബഹളത്തിനിടയിലും പാണക്കാട്ടുകാരുടെ ചെവിയിൽ ഓരോരുത്തർ ചൊല്ലിയത് മകന്റെ അപസ്മാരം, ഉപ്പയുടെ ക്യാൻസർ, ഭാര്യയുടെ കിഡ്നി പോയത്, ഗൾഫിൽ ജയിലിലകപ്പെട്ടുപോയ ജ്യേഷ്ഠനെ കുറിച്ച്, രോഗ
രോഗം വന്ന് ബുദ്ധിമുട്ടിയ അനുജനെക്കുറിച്ച്, ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കഴിയുന്ന അമ്മോച്ചനെക്കുറിച്ച്, കല്യാണ വീട്ടിലെ ഗന്ധമുള്ള ബിരിയാണി വായിലേക്കുറത്തുമ്പോഴും പാണക്കാട്ടുകാരുടെ ചെവിയിൽ മുഴങ്ങിയത് ഈ സമുദായത്തിന്റെ നൊമ്പരങ്ങളാണ്. ഞാനിതൊന്ന് തിന്നട്ടടോ എന്ന് ഇന്നേ വരെ അവർ പറഞ്ഞില്ല. അവർ സമുദായത്തിന്റെ നൊമ്പരം കേൾക്കാൻ തുറന്നുവെച്ച കാടുമായിട്ട് കാത്തു നിൽക്കുകയാണ്. നിബന്ധനകളില്ല. എത്രയോ കാശ് വാങ്ങുന്ന, ഫീസ് വാങ്ങുന്ന ഒരു ഡോക്ടർ, അയാൾ എഴുതി വെച്ചിട്ടുണ്ട് ഞായറാഴ്ച പരിശോധനയില്ല, 1 മണി മുതൽ 4 മണി വരെയാണ് പൊതുജനങ്ങൾക്ക് വരാനുള്ളത്, ഇന്ന ദിവസം അവധിയാണ്, ഇന്ന ദിവസം ടൂറിലാണ്. എന്നാൽ പാണക്കാട്ട് ബോർഡ് വെച്ചിട്ടില്ല. അവിടുത്തെ ഗേറ്റ് ഒരിക്കലും അടയാറില്ല. പാതിരാത്രി പരിപാടിയും കഴിഞ്ഞ് ഒന്ന് തലചായ്ക്കാമെന്ന് കരുതി വീട്ടിലേക്ക് കയറി വരുമ്പോഴാവും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തന്റെ വീട്ടിന്റെ മൂലയിൽ എവിടെയോ ഒരു മാനസിക രോഗിയുടെ തേങ്ങൽ. തന്റെ ക്ഷീണം മറന്നിട്ട് തങ്ങളവിടെ ഇരുന്നത് അവരുടെ നൊമ്പരം തീർക്കാനാണ്. അവിടെ സമയവ്യത്യാസങ്ങളില്ല. പുലർക്കാലത്ത് വീട്ടുമുറ്റത്ത് നിന്നുയരുന്നത് ആവലാദികളുടെ കെട്ടുകൾ, പാതിരാത്രിയിൽ വീട്ടുമുറ്റത്ത് നിന്ന് മുഴങ്ങുന്നത് നേരം വെളുക്കുമ്പോ തങ്ങളുപ്പാപ്പാനെ കാണാനുള്ള ആദിയുടെ വ്യാധിയുടെ കഥകൾ. ഈ അത്ഭുതം കണ്ട് വിങ്ങിപ്പൊട്ടിയ എത്ര പേരുണ്ട്, എത്ര പേർ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർ, കൊയിലാണ്ടിയിലെ ഹരികൃഷ്ണൻ നമ്പൂതിരി മുതൽ ഒരുപാട് സഹോദരന്മാർ, ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും വിങ്ങിപ്പൊട്ടിയത് അവരുടെ ഈ സുഹൃതം കണ്ടിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പാണക്കാട്ട് സാദാത്യങ്ങൾ അവർ നമ്മുടെ വഴികാട്ടികളാണ്. അവർ നമ്മുടെ മുന്നിൽ നടക്കുന്നവരാണ്. അവർ പിടിച്ച കൊടികളാണ് ബഹുമാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടി. മുസ്ലിം ലീഗിന്റെ വളർച്ചയിൽ അതിയായി സന്തോഷിക്കുകയും മുസ്ലിം ലീഗിന്റെ തകർച്ചയിൽ വല്ലാതെ ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോട് പറയുന്നത്, തങ്ങൾ ഉയർത്തിപ്പിടിച്ച മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് നമുക്ക് സമുദായത്തെയും രാജ്യത്തെയും സേവിക്കാം. അല്ലാഹു തആല നമ്മൾക്ക് അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് എന്നും ചേർന്നു നിന്നു മഹാന്മാരായ സാദാത്യങ്ങൾ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വേണ്ടതുപോലെ പറയാൻ അവരാരെയും ഭയപ്പെട്ടില്ല. ധീരശബ്ദമായിരുന്നു മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ, മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അവരെയൊക്കെ നമ്മൾ ഓർക്കുകയാണ്. ഇന്നും നമ്മൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ, മഹാനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അവർക്കൊക്കെയും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ആ സമുദായത്തിന്റെ തണലിൽ ദീർഘകാലം അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ കേരളീയ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു തആല ഈ സംഘശക്തിയെ നാൾക്കുനാൾ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുമാറാവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് മഹാന്മാരായ സാദാത്യങ്ങൾക്ക് അള്ളാഹു അവരിൽ നിന്ന് മരിച്ചുപോയവരുടെയൊക്കെ കബറിടം സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. സമുദായ സേവനത്തിനിടയിൽ അവർക്ക് വല്ല ജീവിതത്തിൽ വല്ല അപാകതകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ തമ്പുരാനെ, നീ അവരുടെയൊക്കെ കബറിടം സ്വർഗീയമാക്കി കൊടുക്കണേ എന്ന വിനീത പ്രാർത്ഥനയോടുകൂടെ എന്റെ 2 വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന വിനീത വസിയ്യത്തോടുകൂടെ വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.